ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്രെഡിറ്റ് കാർഡുകൾ ബാങ്കുകളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഇതിന് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ക്രെഡിറ്റ് കാർഡുകൾ ഇയർലി ഫീസോ അങ്ങനെ ഒരു ഫീസ് ഇല്ലാതെ നമുക്ക് കിട്ടും. ചില ക്രെഡിറ്റ് കാർഡുകൾ ഇയർലി ഒരു ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഇയർലി ഫീസ് വരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇവർ പുഷ് ചെയ്യുമ്പോൾ പറയുന്നത് വെച്ചാൽ ഇതിന് കുറേ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ട്, ക്യാഷ് ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒരു വർഷത്തിൽ ഇത്രയധികം കിട്ടും, ഏതോ സെറ്റ് ഓഫ് ഹോട്ടൽസിൻ്റെ ഒരു ലിസ്റ്റ് തരും, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ഇന്ന സ്റ്റോറുകളിൽ നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മെയിൻലി അവരതിന് പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെയുള്ള കാർഡുകളുടെ ചാർജസിൽ അല്ലെങ്കിൽ കണ്ടീഷൻസിലെല്ലാം തന്നെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ക്രെഡിറ്റ് കാർഡുകൾ പണ്ടത്തെ അത്രയും ബാങ്കുകൾ പുഷ് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം കുറേ പേര് ഇത് തിരിച്ചടയ്ക്കാതെ പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾ ഒരു ഇയർലി ഫീസ് കാർഡ് കൊടുത്ത് എടുക്കുമ്പോൾ ആ ഒരു ഫീസ് കൊടുക്കുന്നതിന് അത്രയധികം ലക്ഷങ്ങൾ, ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ ഇയർലി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്, നിങ്ങൾ ഒരു വർഷം ഇത്രയധികം ഒരു എയർപോർട്ട് യൂസ് ഉണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഓക്കെ, ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത്രയധികം നിങ്ങൾക്ക് യൂസ് വരുന്നില്ല, അങ്ങനെ ഒരു ഇത് വരുന്നില്ല, പേരിന് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ക്രെഡിറ്റ് കാർഡുകളുടെ എന്തൊക്കെയാണ് അതിന് നിങ്ങൾക്ക് ഉള്ള ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതിന് വരുന്ന ചാർജസ് എന്താണ്, ഫീസ് എന്താണ്, അത് റിഡംഷൻ പോയിൻറ്റ്സുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അത് റിഡംഷന് പോകുമ്പോൾ എന്താണ് ചാർജസ് വരുന്നത്, അല്ലെങ്കിൽ അതിന് കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊന്ന് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക.